ഞാൻ അവിടെ വന്നതിൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയതിന് ശേഷമാണ്. ഞാൻ ജേർണലിസം ആയിരുന്നു പഠിച്ചിരുന്നത്. ഏത് ഏരിയയിൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി എനിക്കൊരു ഐഡിയ ഇല്ലേനു. കാരണം കൂടുതൽ തിയറീസ് ആയിരുന്നു, പ്രാക്ടിക്കൽസ് കുറവായിരുന്നു. എനിക്കാണെങ്കിൽ കുറച്ചുകൂടെ ടെക്നിക്കൽ സൈഡിലോട്ട് നോക്കണം എന്നായിരുന്നു ഇഷ്ടം. അങ്ങനെയാണ് ഞാനിവിടെ ഇന്റേൺഷിപ്പിന് അന്വേഷിച്ച് വന്നത്. അപ്പം എന്നോട് ഇവിടുന്ന് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്, അത് ചെയ്തോ. അപ്പം ഞാനും വിചാരിച്ച് എനിക്ക് കുറച്ചുകൂടി അതായിരിക്കും ബെറ്റർ, എനിക്ക് എൻ്റെ ഒരു ഏരിയ ഫോക്കസ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന്. അങ്ങനെ ഒരുവിധം എല്ലാ ഏരിയയിലും എനിക്ക് ഇവിടുന്ന് കൈവെക്കാൻ പറ്റി. അതായത് ഇപ്പോൾ ക്യാമറ ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും എല്ലാം എനിക്ക് നോക്കാൻ പറ്റി. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി എന്നെ പിടിച്ചിരുത്തിയത് എഡിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ റൂട്ട് ഏതാണെന്ന്. ഒരു ഉത്തരം കിട്ടാത്തൊരു ചോദ്യം അത്. അങ്ങനെ അതിന് ലാസ്റ്റ് ഒരു ആൻസർ കിട്ടി. അപ്പം എനിക്ക് ഇങ്ങനെ തന്നെ ഇരുന്നാൽ പോരാ, ഞാൻ ഇങ്ങനെ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഇവിടെ ഒതുങ്ങി പോകുന്നുള്ളൊരു തോട്ട് വന്ന്. അപ്പം എന്തെങ്കിലും യൂണീക്കായിട്ട് എനിക്ക് ചെയ്യണം, എനിക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള രീതിക്കാണ് ഞാൻ ഫിലിം എഡിറ്റിംഗ് പഠിക്കാൻ തീരുമാനിച്ചത്. അത് അങ്ങോട്ടേക്കുള്ളൊരു റൂട്ട് എനിക്ക് കിട്ടിയത് ഇവിടെ നിന്നാണ്. അങ്ങനെ എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ ടെമ്പററി ആയിട്ട് വർക്കിന് കയറി, വീഡിയോ എഡിറ്ററായിട്ട് തന്നെ. പിന്നെ ഇവിടുത്തെ ഒരു ആംബിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി ഇവിടെ പഠിച്ച ആളാണല്ലോ, അതുകൊണ്ട് തന്നെ എനിക്കിവിടെ ഭയങ്കര കംഫർട്ടായിരുന്നു ഇവിടെ ഉള്ള ആൾക്കാരായിട്ട് എല്ലാവരുമായിട്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ വർക്കിലാണെങ്കിലും എനിക്കൊരു കോൺഫിഡൻസ് ആയിട്ട് ഇവിടുന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട്. പേടിയൊന്നുമില്ല, കാരണം എന്ത് ഡൗട്ട് വന്നാലും ചോദിക്കാനാണെങ്കിൽ ഇവിടെ എല്ലാവരും ഉണ്ട്.